ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചോക്ലേറ്റ് സോസ് റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസ് റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് പഞ്ചസാര 1 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സായി എടുക്കണം. പഞ്ചസാരയും കൊക്കോ പൗഡറും കട്ടയില്ലാണ്ട് നല്ലോണം മിക്സായി എടുക്കുക. നല്ലോണം മിക്സാക്കിയ ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ല ഹൈറ്റുള്ള പാത്രം നോക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ആ വെള്ളം തിളച്ച് വരുമ്പോൾ അതിൽ നിന്നും 1/4 കപ്പ് അളവ് വെള്ളം എടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കൊക്കോ പൗഡറും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ച് ആ മിക്സിലേക്ക് 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കണം. അത് കട്ടയില്ലാണ്ട് മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങൾ പഞ്ചസാരയും കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് കട്ട പിടിക്കില്ല. ഇനി അത് നല്ലോണം തിളച്ച് വന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കും നല്ലോണം നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ ഇതിലേക്കെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി ഇത് തിളച്ച് നല്ലോണം മുകളിലേക്ക് പൊന്തി വരും. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ നല്ലോണം കൈവിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റേജ് വരെ നമ്മൾ കൈവിട്ട് ഇളക്കണം. ഇതേപോലെ മേലെ പൊന്തി വരുന്നത് 1 മിനിറ്റ് ഇതേപോലെ തിളപ്പിച്ച ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. സ്പാച്ചുലയിൽ ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വീഴാത്ത അളവിൽ ആ ഒരു സ്റ്റേജ് വരണം. അങ്ങനെയാണ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ചതും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. നല്ലോണം ചൂടാറിയ ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടർ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.